അമ്മോ, നീ എപ്പോഴാ വരിക? കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങും. എന്തേ? വൈകുന്നേരം ഹുസൈൻ സാറിന്റെ മോന്റെ എൻഗേജ്മെന്റ് ഉണ്ട്, നേരത്തെ വരണം കേട്ടോ. ഹുസൈൻ സാറോ? അതാരാണ്? ഞാനൊന്നും ഇല്ല അമ്മ, എനിക്ക് വീട്ടിൽ വന്നിട്ടൊന്ന് ഉറങ്ങണം. My dream always gave me my perfect click. അളിയ യൂട്യൂബ് വ്യൂസ് കൂടുന്നുണ്ടോ? എവിടുന്ന്? ഇതൊന്നും ഇപ്പം ആർക്കും വേണ്ട. ഓഹ്, അവസാനമായിട്ട് ഇവിടുത്തെ കക്കൂസിലൊന്ന് പോയി തൂറി. എന്തൊരു സുഖം. അമ്മമാരൊക്കെ പോയോ? പോയിക്കൊണ്ടിരിക്കണു. എന്നാലും ഇന്നലെ രാത്രി അവൾ നിന്നെ കാണാൻ പോയിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റാനില്ല. അവൾ നല്ല ആടാ. ഞാനല്ല കൊണ്ട് നശിപ്പിച്ചു. ബ്രേക്കപ്പ് ആയ സമയത്ത് ഞാനൊരു സോറി പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അവൾ തിരിച്ചു വന്നേനെ. എന്നാ നീ ഇപ്പോൾ പോയൊരു സോറി പറ. അവളിപ്പോൾ പോയിട്ടുണ്ടാവും. നീ അതൊക്കെ ഒന്ന് വിടാമോ? എനിക്കാണ് ഈ ഓഫീസിലൊക്കെ പോയി ഒരു യന്ത്രമനുഷ്യനായിട്ട് ജോലി ചെയ്യണ കാര്യം ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. ശമ്പളം കിട്ടൂലേ, അത് മതി. ഉവ്വ. അച്ഛൻ അടുത്ത വർഷം റിട്ടയർ ചെയ്യും. ഏട്ടനാണ് ഇങ്ങനെ. എനിക്കതൊക്കെ ആലോചിച്ചിട്ട് ഭ്രാന്ത് പിടിക്കുന്നു. റിട്ടയർ ചെയ്താൽ അങ്ങേക്ക് പെൻഷൻ കിട്ടും. നീയേ നിന്റെ കാര്യങ്ങൾ മര്യാദയ്ക്ക് നോക്ക്. ചോദിക്കാണ്ട് എനിക്കൊരു ബൈക്ക് വാങ്ങി തന്നു. എന്നിട്ട് ഞാൻ പഠിച്ചില്ല, നന്നായില്ല. നീ വെറുതെ ഡാർക്ക് അടിക്കണ്ട. ഞാൻ ആദ്യം ഒന്ന് ബാംഗ്ലൂരിൽ ഒന്ന് സെറ്റിൽ ആവട്ടെ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോരെ. അളിയ, നിനക്ക് ഇനി ഒന്നും ഷിഫ്റ്റ് ചെയ്യാനില്ലല്ലോ? കുറച്ചുകൂടെ സാധനമുണ്ട്, അതിപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്യണം. 10 മണി ഞാൻ അവർക്ക് ട്യൂഷന് പോകും. ഉണ്ണിയേട്ടൻ അവിടെ ഇടയ്ക്ക് താമസിക്കാൻ പോകുമ്പോൾ പറയാറുണ്ടായി, നീ സപ്ലൈ ഹൗസിലേക്കുള്ളൊരു വാഗ്ദാനമാണ്. അളിയ, ഒരുപാട് രാത്രി ഉറക്കളച്ചെഴുതിയ തുണ്ട. ഓ, സെപ്റ്റംബറിൽ ഇൻവിജിലേഷനൊക്കെ കണക്കായിരിക്കും. ധൈര്യമായിട്ട് പൂച്ചിക്കോ. ഒരു സാധനം കൂടെ ഉണ്ട്. ദേ, ഇത് എൻ്റെ മാത്രം എക്സാം ഷർട്ടാണ്. തുണ്ട് വെച്ച് അടിക്കാൻ വേണ്ടി പ്രത്യേകം ഞാൻ തയ്യാറാക്കിയ പോക്കറ്റുകൾ. ഇത് യൂസ് ചെയ്താലേ ഇതിൻ്റെ ബെനിഫിറ്റ് നിനക്ക് മനസ്സിലാവും. ഇത് നാട്ടോടാ. ഇത് നാറ്റം നല്ലാടാ. നാറ്റമാണെങ്കിൽ ടീച്ചർമാരും അടുത്ത് വരില്ല. ഗായത്രി, നീ ഇന്നലെ എവിടെയായിരുന്നു? ഞാൻ ഒന്ന് ഫിറ്റ് ആയെന്ന് വിചാരിച്ച് നീ കൈ വിട്ടുപോയോ? ഒന്നുമില്ല, ചുമ്മാ ബൈക്കിലൊന്ന് കറങ്ങി, അത്രേ ഉള്ളൂ. ബൈക്കിലാ? എങ്ങോട്ട്? എൻ്റെ മോളൊരു ആഗ്രഹം പറഞ്ഞാണ്. കണ്ടു, ഗുഡ് ബൈ പറഞ്ഞു, ആശ്വാസമായി. വെരി ഗുഡ്, അതാ നല്ലത്. കറക്റ്റ് 11:11 വിളിച്ചത്. ഫോർ എ മൊമെന്റ് ഐ തോട്ട് ദ യൂണിവേഴ്സ് വാസ് കൺസ്പയറിങ്. അടി, യൂണിവേഴ്സിന് അതാ പരിപാടി, കൺസ്പയറിങ്. എടി, എനിക്ക് അവനെ ഇപ്പോഴും ഇഷ്ടമാണ്. ഓ മൈ ഗോഡ്, ലാസ്റ്റ് ഡേ നീ ഇനി വേലി ചാടുവോ? ഒന്നുമില്ല, സെറ്റാവില്ല എന്നറിയാം, എന്നാലും ഇഷ്ടപ്പെടാമല്ലോ. അവനിനി ഫ്രണ്ടാക്കാൻ പറ്റില്ല, അതാ എനിക്ക് വിഷമം. സി, 12th ബ്രേക്കപ്പ്, യു ഗോട്ട് ഓവർ ഇറ്റ് സോ ഈസി. പിന്നെയാണോ ഇത്? ബോബ, ഇത് അങ്ങനെയല്ല. എന്തെങ്കിലും ചെയ്യും. നീ കുളിക്കണ്ടോ? ഓപ്പോസിറ്റ് ഓഫ് ലവ് എന്താന്ന് തേങ്ങ. നീ കുളിക്കണ്ടോ ഗായത്രി? നീ കുളിക്കണില്ലേ? എപ്പോഴാ പോണേ? കുറച്ച് കഴിയുമ്പോഴേക്കും ഇറങ്ങും. ഇടയ്ക്കെന്ന് പറയാണ്ടോ, ഇതൊക്കെ നമ്മുടെ സ്വന്തം സ്ഥലമല്ലേ. താങ്ക്സ് ഡാ. അവസാനത്തെ ബ്രേക്ക്ഫാസ്റ്റാ, താങ്കോ. നീ എന്താ ചാകാൻ പോവാണ്? കരുനാക്കടുത്ത് വളയ്ക്കാതെ മോനെ. ജീവിതത്തിലെ സുഖങ്ങളൊന്നും ഇതുവരെ നേരെ പോയി അനുഭവിച്ചിട്ടില്ല. ഇനി ബാംഗ്ലൂർ എത്തിയിട്ട് വേണം. കത്തിക്കലൊക്കെ കഴിഞ്ഞില്ലേ ചേട്ടാ? ആടാ, കഴിഞ്ഞടാ. ഇനി നീയൊക്കെ പൊളിക്കും.
ചേട്ടൻ സപ്ലൈക്ക് ഇടാൻ വരില്ല ചേട്ടാ, കാണാട്ടാ. വിട്ടേക്ക്, ചീള് കേസ്. അന്ന് സ്പോർട്സ് ഡേക്ക് ഉണ്ടായ അൽമിൻ്റെ ചെറിയ ചൊറിച്ചില്ല. കഴിക്ക്. ചേട്ടന്റെ ഷോർട്ട് ഫിലിം ഒക്കെ കണ്ടായിരുന്നു, ഒന്നും മനസ്സിലായില്ല, ഒന്ന് പറഞ്ഞു തരണേ. കഴിക്കുന്നേ. ഇന്നലെ OIT ആയിട്ട് പെണ്ണായിട്ട് എന്തായിരുന്നു പരിപാടി? എന്നാ അത്ര നല്ലതല്ല കേട്ടോ. നീ അങ്ങോട്ട് പോ. എന്താണ് നോക്കിക്കണേ? നീ വന്നേ. പല പ്രാവശ്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ള ഇതെന്നെ അടിയുണ്ടാക്കാൻ കാളച്ചന്തയാ. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടൊന്ന് പഠിക്കാൻ നോക്ക്. വീട്ടിലിരിക്കുന്ന കാർന്നോമാരുടെ അവസ്ഥ നിങ്ങൾ ആലോചിക്കണ്ടോ? ഓ, ഇനിയിപ്പം മെസ് ഫുഡിന്റെ കണക്കൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. അനാവശ്യ കാര്യങ്ങൾക്ക് ഇടപെട്ട് കിടന്നാൽ ഇങ്ങനെ ഇരിക്കും. ആരെങ്കിലൊക്കെ ഇടപെടണ്ടേ സാറേ? ചോദിക്കാനും പറയാനൊക്കെ ആരെങ്കിലും വേണ്ടേ? നീയൊക്കെ പഠിച്ച് പാസ്സായാലും ഈ ലോകത്തിന് തന്നെ ഒരു ബാധ്യതയായിരിക്കും. നിന്റെ കാര്യം ഞാനൊന്ന് ആലോചിക്കട്ടെ. കാര്യാക്കണ്ട, നീങ്ങുവാ. ഇതെന്താണ് നിന്റെ ശവക്കല്ലറെ? ശവക്കല്ലറയല്ല, ബോബി ജോൺ ഇവിടെ താമസിച്ചിരുന്നുള്ളതിന്റെ സ്മാരകമാണ്. നിനക്ക് വേണോ? ഓ വേണ്ട. എടി, ഞാനൊരു സോളോ ട്രിപ്പ് പോയാലോന്ന് ആലോചിക്കാം. ഖരഗ്പൂർ പോകുന്നതിന് മുന്നേ. എങ്ങോട്ടാ? ഞാനുണ്ട്. സോളോ ട്രിപ്പിനാ. ഓ, എന്താ പ്രശ്നം എന്നറിയോ? അച്ഛൻ സമ്മതിക്കില്ല. അല്ല, എങ്ങോട്ട് പോകാനായിരുന്നു മോളുടെ പ്ലാൻ? കേക്കട്ടെ. മൂന്നാർ മേ ബി. ബ്രോ, മൂന്നാർ ഇസ് ലൈക്ക് റൈറ്റ് ഹിയർ. നീ മിനിമം ഗോ പിടിക്കേ. ഉവ്വ്. തൽക്കാലം ഞാൻ ഒന്ന് കോളേജ് ഇറങ്ങിയിട്ട് വരാം. ഇപ്പോഴോ? എടാ, നമുക്ക് ഇറങ്ങാറായി. ഇപ്പം വരാടോ. എനിക്ക് ഈ ലൈബ്രറി ബുക്ക് തിരിച്ചു കൊടുക്കണം, സൂസൻ മാഡത്തിനെ കാണണം, അങ്ങനെ കുറച്ച് ലാസ്റ്റ് മിനിറ്റ് പരിപാടീസ് ഉണ്ട്. ഇത്ര ദിവസം ഉണ്ടായിട്ട് നിനക്ക് ഇതിനൊന്നും സമയം കിട്ടിയില്ല. ചേട്ടാ ചൂടാവല്ലേ, ഒരു ലാസ്റ്റ് ഡേ ട്രിപ്പ് അത്രേ ഉള്ളൂ. നീ സെറ്റാവും, ഞാൻ ഇപ്പോൾ വരാം. ഹലോ ഉണ്ണീട്ടാ, എന്തൊക്കെയുണ്ട്? ഓ, എന്ത് പറയാനാടാ, ഫുള്ള് കട്ടപ്പോകയാണ്. ഞാൻ ഇതെല്ലാം നിർത്തി വെച്ച് വല്ല പണിക്കും പോയാലെന്ന് ആലോചിക്കുകയാണ്. ഏയ്, സ്പിരിറ്റ് വിടല്ലേ, പേപ്പറൊക്കെ ക്ലിയർ ആയിക്കോളും. ചുമ്മാ. നിനക്കിന് എത്ര സപ്ലൈ ഉണ്ട്? 31. ആ, ബെസ്റ്റ്. നെയ്യും എന്തെങ്കിലും പണി കണ്ടുപിടിച്ച് വെച്ചോ. ഞാൻ ഒന്ന് അകത്തുകൊണ്ട് വെച്ചിട്ട് വരാം, എന്നിട്ട് അവനെ വീട്ടിൽ കൊണ്ടാക്കണം. ആ, അതെ, ഉച്ചയ്ക്ക് ഊണ് എൻ്റെ വീട്ടിലാട്ടോ. എന്തു പറ്റി? അമ്മാമ്മയുടെ ബർത്ത്ഡേയാ. എടാ, മെസ്സിൽ വെച്ചെന്നത് പ്രശ്നം ഉണ്ടായോ? ആ വാർഡൻ ഇപ്പം വിളിച്ചിരുന്നു. എന്താ നടന്നത്? കാര്യം എന്താണെന്ന് പറയാം. അതൊന്നുമില്ല അച്ഛാ, അയാൾക്ക് എന്നോട് എന്തോ ദേഷ്യം. കോളേജിൽ നിന്നേ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായാലേ സെപ്റ്റംബറിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കേ. ആ, എനിക്ക് നിന്നെക്കുറിച്ച് വലിയ മോഹങ്ങളൊന്നുമില്ല. ആ ഡിഗ്രി ഒന്ന് എടുത്തു കാണണമെന്ന് ആഗ്രഹമുണ്ട്. സിനിമയോ പാട്ടോ എന്താന്ന് വെച്ചാൽ ആയിക്കോ, പക്ഷെ ഡിഗ്രി ഒന്ന് എടുത്തിട്ട് പോരെ. നീ കേൾക്കുന്നുണ്ടോ? ഏതായാലും ടെൻഷനൊന്നും വേണ്ട. നീ അമ്മേനൊന്ന് വിളിക്കട്ടോ. വിളിക്കാം. എന്നാ വെച്ചോ, ഉള്ള സമയം വല്ലതിരുന്ന് പഠിക്കാൻ നോക്ക്.